ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടിക്സിൻ്റെ ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും നമ്മുടെ ജോബ് ന്യൂസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് താൽക്കാലിക ഒഴിവുകളൊക്കെ വരുന്ന അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തുടർച്ചയായി എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ പ്രധാനപ്പെട്ട 25/7/2019 പ്രധാനപ്പെട്ട ജോബ് ന്യൂസുകൾ നമുക്ക് നോക്കാം. RRC 01/2019 അഥവാ RRC ഗ്രൂപ്പ് ഡി എക്സാമിന് അപേക്ഷിച്ച ആളുകൾക്ക് അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിരവധി താൽക്കാലിക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗജന്യ തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. നോക്കാം. RRC 01/2019 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് പ്രൊവിഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആൻഡ് റിജക്റ്റഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതിൽ എലിജിബിൾ അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച ആളുകളെയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിക്കണോ എന്നൊക്കെ ഇപ്പോൾ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് അറിയാവുന്നതാണ്. ഇപ്പോൾ അഹമ്മദാബാദ്, അതുപോലെ ചെന്നൈ, അലഹബാദ്, ഗുവാഹത്തി, ഭോപ്പാൽ, മുംബൈ, ബിലാസ്പൂർ, റാഞ്ചി, അജ്മീർ, ഗോരഖ്പൂർ, ബാംഗ്ലൂർ, കൊൽക്കത്ത, ഭുവനേശ്വർ, പട്ന, ചണ്ഡീഗഡ്, അതുപോലെ സെക്കൻഡരാബാദിൽ അപേക്ഷിച്ച ആളുകൾക്കാണ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാനുള്ള അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ 25/7/2019 12 മണി മുതൽ 31/7/2019 വരെയായിരിക്കും നിങ്ങൾക്ക് ലിങ്ക് ആക്റ്റീവായി കാണുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റീസണിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് 8594070249 നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് കൂടുതൽ അറിയാവുന്നത്. അതുപോലെ തന്നെ താഴെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി കീഴിൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി കീഴിൽ ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി താഴെ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 29 ഡേറ്റ് മറക്കാതിരിക്കുക. ജൂലൈ 29 4 മണിക്ക് മുമ്പായി മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ B3 ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ തസ്തികയുടെ പേര് നമുക്ക് നോക്കാം. ഓരോ തസ്തികയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. തസ്തിക ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത കറക്റ്റായിട്ട് നോക്കുക. യോഗ്യത ഉള്ളവർ മാത്രം അതിന് പോയാൽ മതി. അപ്പോൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക, പ്ലസ് ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് PG ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. 3 ന്യൂബോൺ ഫോളോ അപ്പ് ക്ലിനിക്കിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1/7/2019 40 വയസ്സ് കവിയാൻ പാടില്ല. ഇതിലേക്ക് വരുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 20,000 രൂപയായിരിക്കും ഇതിലേക്ക് വരുന്ന ശമ്പളം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ആളുകൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച BPT ബിരുദം, അതുപോലെ RCI രജിസ്ട്രേഷൻ, 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിനും 1/7/2019 40 വയസ്സ് കവിയാൻ പാടില്ല. പിന്നെ അതിലേക്ക് വരുന്ന സാലറിയും 20,000 രൂപയാണ്. പിന്നെ നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ഡിഗ്രി B.Ed ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/7/2019 40 വയസ്സാണ്, 20,000 തന്നെ സാലറി. എല്ലാ തസ്തികയിലേക്കും 1/7/2019 40 വയസ്സ് കവിയാൻ പാടില്ല, 20,000 രൂപയാണ് എല്ലാത്തിലും സാലറി വരുന്നത്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച MA or MSc സൈക്കോളജി അല്ലെങ്കിൽ MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ സൈക്കോളജി. അതുപോലെ തന്നെ 2 RCI രജിസ്ട്രേഷൻ, 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം.
പിന്നെ ഓഡിയോളജിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബാച്ചിലർ ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി RCA രജിസ്ട്രേഷൻ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു ജില്ലാ ഓഫീസുമായോ www.arogyakeeralam.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക 0483273013. അതുപോലെ 8589009577. ഇപ്പോൾ ഇവിടെ കൊടുത്ത നമ്പറിലാണ് വിളിക്കേണ്ടത്. അല്ലാതെ എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക്, ഇപ്പോൾ ഇതിൽ കൊടുത്ത നമ്പറിലേക്ക്, ആരോഗ്യ കേരളത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുള്ളൂ. പിന്നെ സൗജന്യ തൊഴിൽ പരിശീലനം. തളിപ്പറമ്പ് നഗരസഭയിൽ 1 ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ള യുവതി യുവാക്കൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. 18-നും 35-നും മധ്യ പ്രായമുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി ഫാഷൻ ഡിസൈനർ, അതുപോലെ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, എയർലൈൻ റിസർവേഷൻ ഏജൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഹാർഡ്വെയർ എഞ്ചിനീയർ, AC ടെക്നീഷ്യൻ, CNC ഓപ്പറേറ്റർ, കാർ സർവീസിംഗ്, 2 വീലർ സർവീസിംഗ്, ഷീറ്റ് മെറ്റൽ വർക്ക്സ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ്, മൾട്ടി കസിൻ കുക്ക്, അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ, ജ്വല്ലറി ഡിസൈനിങ് തുടങ്ങിയ വിഷയങ്ങളിലാണ് കോഴ്സുകൾ നടക്കുക. താല്പര്യമുള്ളവർ ജൂലൈ 27 രാവിലെ 10:30 നഗരസഭാ ഹാളിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 8086730256 9961038372 9946913111. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരാൾക്കെങ്കിലും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനൊന്ന് നെക്സ്റ്റ് അധ്യാപക ഒഴിവാണ്. അധ്യാപക ഒഴിവ് ഇടുക്കി പഴയരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ HSA ഫിസിക്കൽ സയൻസ് അധ്യാപകൻ്റെ ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗത്തിൽ ജൂലൈ 26, ഇപ്പോൾ ജൂലൈ 26 രാവിലെ 11 മണിക്കാണ് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് സ്കൂൾ ഓഫീസിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിന് പങ്കെടുക്കാം. അതുപോലെ ഫീൽഡ് വർക്കർ കണ്ടിൻജൻറ്റ് ജീവനക്കാരുടെ നിയമനം തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ കീഴിലുള്ള പൊതുസ്ഥലത്തെ ശുചീകരണം, കൊതുകിൻ്റെ ഉറവിട നശീകരണം, കൂത്താടി നശീകരണ സ്പ്രേയിങ്, ഫോഗിംഗ്, ഇൻഡോർ സ്പേസ് സ്പ്രേ, ഇൻഡോർ റെസിഡൽ സ്പ്രേ മുതലായവ നടപ്പാക്കുന്നതിന് ഫീൽഡ് വർക്കർ ഓർ കണ്ടിൻജൻറ്റ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നു. കുറഞ്ഞത് 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിദിനം 500 രൂപ നിരക്കിൽ പൂർണ്ണമായും ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം. മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. താല്പര്യമുള്ളവർ ജൂലൈ 29 രാവിലെ 10 മണിക്ക് തൃശ്ശൂർ വെസ്റ്റ് പാലസ് റോഡിലുള്ള ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും സഹിതം പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫോൺ നമ്പറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് തന്നെ എനിക്കും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് പോകാവുന്നതാണ് ഇൻ്റർവ്യൂവിന്. വാക്കിൻ ഇൻ്റർവ്യൂ 29 തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ ദ്രവ്യഗുണ വിജ്ഞാപന വകുപ്പിൽ അധ്യാപക തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂലൈ 29 രാവിലെ 11 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം രാവിലെ 10:30 ഓഫീസിലെത്തണം. ഇപ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിലാണ് ഈ ഒരു അവസരമുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ തൊഴിൽ വാർത്തകൾ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ നമ്മുടെ തൊഴിൽ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അന്നത്തെ പ്രധാനപ്പെട്ട താൽക്കാലിക ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താൽക്കാലിക ഒഴിവുകളൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പിലായിരിക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കനോടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.
മറ്റൊരു കൂടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.